ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന പിടിയേ തന്നെ വാഷിംഗ് മെഷീനകത്തോട്ട് തുണിയെല്ലാം കൂടെ കുത്തി നിറച്ചിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് കഴുകി എടുത്തിട്ട് വേണം നമുക്ക് വിരിച്ചിട്ട് ചെറിയ വെയിലെങ്കിലും കൊള്ളിച്ചൊന്ന് ഉണക്കിയെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ മോളാണ് കേട്ടോ നിറച്ചും തുണിയെല്ലാം പറിച്ചിട്ട് എല്ലാവരും കൂടെ കൊണ്ടേ അങ്ങോട്ട് ഇടുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി അങ്ങ് എടുത്ത് മാറ്റി പാക്കറ്റിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് വേറെ ബെഡിൻ്റെ കവറുകൾ, ബെഡ്ഷീറ്റുകൾ, പുതപ്പൊക്കെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ തള്ളി കയറ്റിക്കകത്തോട്ട് ഇരിക്കുവാണേ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഈ കമ്പിളിയും കൂടെ പോകുമെന്നാണ് ആഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളുവാണേ, പക്ഷേ ഒരു രക്ഷയില്ല, കയറത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതെല്ലാം കൂടെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ അത് തന്നെ അങ്ങ് അലക്കിയേക്കാമെന്ന് വിചാരിച്ചു. അതൊറ്റ അടിക്കങ്ങ് അതിനകത്തിട്ട് എല്ലാം കൂടെ അങ്ങ് അലക്കുവാണെങ്കിൽ ലാഭമായല്ലോ എന്ന് വിചാരിച്ചാണ് ഈ തള്ളി കുത്തി കയറ്റുന്നത്. പക്ഷെ നടന്നില്ല എൻ്റെ അടവൊന്നും. അപ്പം ഞാനതെടുത്ത് മാറ്റിയിട്ട് പിന്നെ അത് മാത്രമായിട്ട് ഞാൻ അലക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഈ ബെഡ്ഷീറ്റും ബെഡ് കവറും കമ്പിളിയൊക്കെ ഈ മഴക്കാലത്താണെങ്കിൽ ഒരുമാതിരി മണമൊക്കെ വരും കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ വെയിലടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാവിലെ തന്നെ കഴുകാനിടുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ കിടന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. പിള്ളേരെ സ്കൂളിൽ വിടാനുണ്ട്. അപ്പോൾ തലേദിവസത്തെ കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ എടുത്തങ്ങ് ചൂടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കപ്പയൊക്കെ ചൂടാക്കി പെറുക്കി വെച്ച്. ഉണ്ണിയാണെങ്കിൽ ഒറ്റയ്ക്ക് റെഡി ആയിക്കോളൂ കേട്ടോ. അവളുടെ മുടി കെട്ടാൻ മാത്രം ഒന്ന് സഹായിച്ചു കൊടുത്താൽ മതി, ബാക്കി കാര്യമൊക്കെ അവളുടെ ചെയ്തോളും. അപ്പോഴത്തേക്ക് എസക്കുട്ടനാണെങ്കിൽ അങ്ങ് എഴുന്നേറ്റ് പോന്നിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കലായി, സ്നാക്സ് ബോക്സിൽ ഒക്കെ നിറയ്ക്കലായി, അങ്ങനത്തെ ഓരോ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നതിന് കുറച്ച് ചിക്കൻ എടുത്തല്ല, കുറച്ച് ചിക്കനല്ല, ബാക്കി ഉണ്ടായിരുന്ന ചിക്കനും കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ കൂടി ഇട്ടിട്ട് വേഗം കുക്കറിനകത്ത് ഒരു ചിക്കൻ കറി തട്ടിക്കൂട്ടി പിള്ളേർക്ക് കൊണ്ടുപോകാനും എന്നാൽ കപ്പയ്ക്ക് കൂട്ടാനും ഒക്കെ കൂടെ റെഡിയാവുമല്ലോ. അപ്പോൾ അതൊക്കെ കൂടി അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സ്നാക്സ് ബോക്സിനകത്ത് കുറച്ച് ആപ്പിൾ ഉപ്പ് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ആപ്പിളും പിന്നെ നമ്മളുണ്ടാക്കിയ കർക്കിടകത്തിന് കഴിക്കുന്ന ആ ഉണ്ടയുണ്ടല്ലോ, അതിനകത്ത് നട്ട്സുകളെല്ലാം കൂടെ പൊടിച്ചിട്ടതായിരുന്നു. അപ്പോൾ ആ ഒരു ഉണ്ടയൊക്കെ കൂടെ കൊടുത്ത് കുഞ്ഞാമീനെയും ഉണ്ണീൻ്റെ ഇതാ പറഞ്ഞു വിട്ടുന്ന അപ്പായി ഉള്ളത് കാരണം അവർക്ക് സുഖമായി, അപ്പായി കൊണ്ടേ വിട്ടോളാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതെല്ലാം നോക്കി വിഷമിച്ച് നിൽക്കുന്ന എസക്കുട്ടനെയാണ് കാണുന്നത്. പിന്നെ ഇവരെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാപ്പി കൂടിയും പരിപാടി. പിന്നെ ഞാൻ ആ കുക്കറൊന്നും മാറ്റാൻ നിന്നില്ല. ആ കുക്കറിനകത്തേക്ക് കുറച്ച് കറിയും കൂടി ഇട്ടിട്ട് ഞാൻ അതിനകത്ത് എല്ലാം കൂടെ ഉരുട്ടിപ്പറക്കി കഴിച്ച് ഞാനും അവനും കൂടെ.